എസെക്കിയേൽ 46 അധ്യായം. രാജാവും തിരുനാളുകളും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അകത്തെ അങ്കണത്തിന്റെ കിഴക്കേ പടിപ്പുര ജോലി ദിവസങ്ങൾ 6 അടച്ചിരിക്കണം. സാബത്തിലും അമാവാസിയിലും അത് തുറന്നിടണം. രാജാവ് പുറത്തുനിന്ന് പടിപ്പുരയുടെ പൂമുഖത്തിന്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിച്ച് തൂണിനരികെ നിൽക്കണം. അവന്റെ ദഹനബലിയും സമാധാന ബലിയും പുരോഹിതന്മാർ അർപ്പിക്കണം. പടിപ്പുരയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം. അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം. എന്നാൽ വൈകുന്നേരം വരെ പടിപ്പുര വാതിൽ അടയ്ക്കരുത്. ജനം സാബത്തിലും അമാവാസിയിലും പടിപ്പുരവാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ ആരാധന നടത്തണം. സാബത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനബലി ഊനമറ്റ 6 ആട്ടിൻകുട്ടികളും 1 മുട്ടാടും ആയിരിക്കണം. ധാന്യബലിയായി മുട്ടാടിനൊപ്പം 1 ഏഫായും കുഞ്ഞാടുകളോടൊപ്പം തന്റെ കഴിവുപോലെയും ഓരോ എഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും അവൻ നൽകണം. അമാവാസിയിൽ ഊനമറ്റ 1 കാളക്കുട്ടിയെയും 6 ആട്ടിൻകുട്ടികളെയും 1 മുട്ടാടിനെയും അവൻ കാഴ്ച കൊടുക്കണം. കാളയോടും മുട്ടാടിനോടുമൊപ്പം ഓരോ എഫായും ആട്ടിൻകുട്ടികളോടൊപ്പം തന്റെ കഴിവ് പോലെയും ഓരോ എഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ധാന്യബലിയായി കൊടുക്കണം. രാജാവ് പടിപ്പുരയുടെ പൂമുഖത്തിലെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പടിപ്പുരയിലൂടെയും തെക്കേതിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേതിലൂടെയും പുറത്തു പോകണം. താൻ പ്രവേശിച്ച പടിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ളതിലൂടെ വേണം പുറത്തു പോകാൻ. അവർ അകത്ത് കടക്കുമ്പോൾ രാജാവും അവരോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോകുകയും വേണം. തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യബലി കാളക്കുട്ടിയോടും മുട്ടാടിനോടുമൊപ്പം 1 ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം ഓരോരുത്തന്റെ കഴിവ് പോലെയും ഓരോ എഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ആയിരിക്കും. രാജാവ് ദഹനബലിയോ സമാധാന ബലിയോ കർത്താവിന് സ്വമേധയ സമർപ്പിക്കുമ്പോൾ കിഴക്കേ പടിപ്പുര അവനു വേണ്ടി തുറന്നു കൊടുക്കണം. സാബത്തിൽ ചെയ്യാറുള്ളതുപോലെ തന്റെ ദഹനബലിയും സമാധാന ബലിയും അവൻ സമർപ്പിക്കണം. അത് കഴിഞ്ഞ് പുറത്തു പോകണം. അതിനുശേഷം പടിപ്പുര അടയ്ക്കുകയും വേണം. അവൻ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ 1 ആട്ടിൻകുട്ടിയെ ദിവസേന കർത്താവിന് കൊടുക്കണം. ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ. അതിനോടൊപ്പം 1/6 ഏഫായും മാവ് കുഴയ്ക്കാൻ 1/3 ഹിൻ എണ്ണയും ധാന്യബലിയായി അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം. ദിനം തോറുമുള്ള ബലിയുടെ നിയമമാണിത്. ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യബലിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ദഹനബലിക്കായി നൽകണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രാജാവ് തന്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തന്റെ പൈതൃകാവകാശത്തിൽ നിന്ന് 1 സമ്മാനം കൊടുത്താൽ അത് അവൻ്റേതായിരിക്കും. അത് അവന് പൈതൃക സ്വത്തായിരിക്കും. അവൻ തന്റെ പിതൃസ്വത്തിൽ നിന്ന് തന്റെ ദാസന്മാരിൽ ഒരുവന് 1 സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവൻ്റേതായിരിക്കും. അതിനുശേഷം അത് തിരികെ കൊടുക്കണം. രാജാവിന്റെ പിതൃത്വത്തിൽ നിന്നുള്ള സമ്മാനം അവന്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ്. ജനത്തെ അവരുടെ സ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അവരുടെ പൈതൃകാവകാശം കൈവശപ്പെടുത്താൻ പാടില്ല. സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃകാവകാശം നൽകേണ്ടത്. അങ്ങനെയാവുമ്പോൾ എൻ്റെ ജനത്തിന്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല. അതിനുശേഷം അവൻ എന്നെ പടിപ്പുരയുടെ പാർശ്വകവാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക്
കൊണ്ടുവന്നു. അവയുടെ ഏറ്റവും പടിഞ്ഞാറെ അറ്റത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രായശ്ചിത്ത ബലിയും പാപപരിഹാര ബലിയും വേവിക്കുകയും ധാന്യബലി ചുടുകയും ചെയ്യേണ്ട സ്ഥലമാണ് ഇത്. പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിൻ്റെ 4 കോണുകളിലും നയിച്ചു. അങ്കണത്തിൻ്റെ ഓരോ കോണിലും ഓരോ അങ്കണമുണ്ടായിരുന്നു. 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം 4 കോണിലുമുണ്ടായിരുന്നു. അവ ഒരേ വലിപ്പത്തിലായിരുന്നു. 4 അങ്കണങ്ങളുടെയും ഉൾവശത്ത് ചുറ്റിലും കൽഭിത്തി കെട്ടിയിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളുമുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ജനത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത്.